ഞാനിങ്ങനെ ഒരു ദിവസം റാൻഡമായിട്ട് റീല് സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഈ ഒരു റീല് കണ്ടത്. ഈ ഒരു റീല് നോക്കിയപ്പോൾ റീഡ് ക്യാപ്ഷൻ ഇങ്ങനെ കൊടുത്തേക്കുന്നു. പിന്നെ ഓക്കെ ശരി, ക്യാപ്ഷൻ എന്താണെന്ന് വായിച്ച് നോക്കാം. അങ്ങനെ ക്യാപ്ഷൻ വായിച്ചു നോക്കിയപ്പോൾ റിലേഷൻഷിപ്പിനെ പറ്റിയാണ്. റിലേഷൻഷിപ്പിനെ പറ്റി എന്ന് പറയുമ്പോൾ നിങ്ങളെ ലീവ് ആയിട്ട് പോയ ആള് ഇപ്പൊ ഇങ്ങനെ ആയിരിക്കാം. ചിലപ്പോ നിങ്ങളെ ആലോചിച്ചിരിക്കുമായിരിക്കാം, അവർ ചെയ്തു പോയ തെറ്റ് റിയലൈസ് ചെയ്തിരിക്കുമായിരിക്കാം. നേച്ചർ ഈസ് ദ യൂണിവേഴ്സ് ഈസ് ദ ബിഗ്ഗസ്റ്റ് ടീച്ചർ വിച്ച് ടീച്ചേഴ്സ് സോ മെനി ലെസൺസ്. അപ്പോൾ യൂണിവേഴ്സ് അവരെ ഓരോന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരിക്കാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറെ ക്യാപ്ഷൻ ഇട്ടേക്കുന്നു. ആൻഡ് അതിലൊരു പാട്ടെത്തിയപ്പോൾ ഇങ്ങനെ കൊടുത്തേക്കുന്നു: നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളെ വിട്ടിട്ട് പോയ ആളെ നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അയാൾ തിരിച്ചു വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ, ഐ ഡിസേർവ് ടു ബി ലവ്ഡ് കമന്റ് ചെയ്യാന്ന്. അല്ലെങ്കിൽ അവരിപ്പോ അത് യൂണിവേഴ്സ് അവരെ അത് പഠിപ്പിക്കണം, നിങ്ങളുടെ വാല്യൂ എന്താണെന്ന് അവർ തിരിച്ചറിയാനായിട്ടുള്ള സിറ്റുവേഷൻസ് കൊണ്ടുവന്ന് അവരെ അത് പഠിപ്പിക്കണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ, ഗ്രാറ്റിറ്റ്യൂഡ് യൂണിവേഴ്സ് എന്ന് കമന്റിൽ ടൈപ്പ് ചെയ്യണമെന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ഐ ജസ്റ്റ് ലുക്ക്ഡ് and scroll the comment section. ടോട്ടലി അത് തന്നെ. ഗ്രാറ്റിറ്റ്യൂഡ് യൂണിവേഴ്സ്, ഐ ഡിസേർവ് ടു ബി ലവ്ഡ്. ഇതിങ്ങനെ കണ്ടിന്യൂസ്ലി ഇങ്ങനെ ആൾക്കാർ, ഒരുപാട് ആൾക്കാരാണ് കമന്റിൽ, ആ ഒരു കമന്റ് സെക്ഷനിൽ ഈ സാധനം റിപ്പീറ്റഡ്ലി കമന്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. ഈ കളഞ്ഞിട്ട് പോയവര് തിരിച്ചു വരണമെന്ന് ആഗ്രഹിച്ച്, അവരവിടെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ച്, ആ ഒരു ആഗ്രഹിച്ച ലൈഫ് അവരുടെ കൂടെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാർ ഉണ്ട്. അവർക്കറിയാം, അവർ കമന്റ് ഇട്ടെന്ന് പറഞ്ഞോ അല്ലെങ്കിൽ അങ്ങനെ ഇട്ടെന്ന് പറഞ്ഞോ ചിലപ്പോ ഒന്നും സംഭവിക്കത്തില്ല എന്ന് അവർക്കറിയാം. എന്നാലും ആ ഒരു കമന്റ് സെക്ഷൻ ഞാൻ നോക്കിയ സമയത്ത് ഒരുപാട് ആൾക്കാർ ഇട്ടേക്കുന്ന ഇത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ദേ ആർ ലിവിങ് ഇൻ എ ഹോപ്പ്. ആക്ച്വലി ഇറ്റ്സ് ആൻ അൺവാണ്ടഡ് ഹോപ്പ്. യാതൊരു ഹോപ്പും ഇല്ലാത്തൊരു ഹോപ്പാണ്. ബട്ട് സ്റ്റിൽ ആൾക്കാർ ആ ഒരു ഹോപ്പിൽ ജീവിക്കുകയാണ്. ആ ഒരു അവർക്ക് നഷ്ടമായ ഒരു വ്യക്തി തിരിച്ചു വരാൻ വേണ്ടി അവര് ഒരു പ്രതീക്ഷയില്ലാത്ത ഒരു ഹോപ്പ് എന്ന് പറയാം. ഒരു പെർസെൻറ്റേജ് പോലും ഒരു ഷുവർനെസ് ഇല്ലാത്ത ഒരു ഹോപ്പിൽ അവരങ്ങ് ജീവിക്കുക. അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടെന്ന് എനിക്ക് ആ ഒരു റീൽ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. അതിന്റെ കമന്റ് സെക്ഷൻ നോക്കിയപ്പോഴും എനിക്ക് മനസ്സിലായി.